സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയോട് കെവിൻ ആണെങ്കിൽ സത്യങ്ങളൊക്കെ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. നന്ദൻ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും നന്ദന് പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമാണെന്നും അത് താൻ എല്ലാവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ ശാരികയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അവൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സത്യങ്ങൾ ദേവികയെ അറിയിക്കുന്നു. എന്നിട്ട് ഗിരിയെ വഴക്ക് പറയുന്നുണ്ട്, കാരണം സത്യങ്ങൾ മറച്ചു വെച്ചതിന് വേണ്ടിയിട്ട്. അങ്ങനെ ദേവിക ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് ശാരികയാണെങ്കിൽ തന്റെ അച്ഛനെ ഈ ഗതി വരുത്തിയ നന്ദനെയും ഇതേ അവസ്ഥയിൽ ഇതേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നന്ദന്റെ വീട്ടിലേക്ക്, അതായത് ചന്ദ്രത്തിലേക്ക് പോവാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, നീ എവിടേക്കും പോകുന്നില്ല, ഞാൻ പോയിക്കോളാം, ഞാൻ ചെന്ന് ചോദിച്ചോളാം എന്നൊക്കെ. അങ്ങനെ ദേവിക ചെല്ലുന്നുണ്ട്. സിദ്ധാർത്ഥൻ സത്യങ്ങളൊന്നും അറിയുന്നില്ല. ദേവിക ചെന്ന് സത്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുമ്പോൾ നന്ദനും തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നുണ്ട് സിദ്ധു. ഈ സമയം പ്രഭാവതി തടയാൻ നോക്കുകയാണ്. പല തെറ്റുകളും നന്ദൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് വെറും കയ്യബദ്ധം മാത്രമാണ്. എന്റെ മുൻ നിരപരാധിയാണ്, അവനെ തല്ലരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനെ തടയണം. ദേവികയോട് അരുതെന്ന് പറയാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. തന്റെ അച്ഛൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല. അമ്മയ്ക്ക് അമ്മന്റെ മോൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് വലുത്. ഞങ്ങൾ മറ്റ് ജീവജാലങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവിക. ഈ സമയം നന്ദനാണെങ്കിൽ, അമ്മേ, അവരെന്നെ തല്ലിക്കോട്ടെ, ഞാൻ തെറ്റുകാരനാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേവിക മനസ്സിലാക്കില്ല, അതുകൊണ്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ തല്ലിയിട്ടൊന്നും എനിക്ക് യാതൊരു കാര്യമില്ല, കാരണം താൻ ആണല്ല, മാത്രമല്ല മനുഷ്യത്വം എന്നുള്ള കാര്യം തീണ്ടിയിട്ട് പോലും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ ദേവിക, നിർത്ത്, എനിക്ക് ഇത് കേട്ട് കേട്ട് മതിയായി, ഞാൻ ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല, നിന്നെ വഞ്ചിച്ചിട്ടുമില്ല. ഇസബല്ലയുടെ കാര്യം അത് തീർത്തും നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, അല്ലാതെ നീ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ സ്പർശിച്ചിട്ട് പോലും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ തന്റെ ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട, എന്റെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ നീ എല്ലാം കേൾക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതും ഇവിടം വരെ എത്തി തകർന്നു നിൽക്കുന്നതെന്ന് നീ അറിയണമെന്ന് പറയുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാ, താൻ തന്റെ സ്വന്തം ധർമ്മങ്ങൾ മറന്ന് നടന്നു. ഇത് കേട്ട് നന്ദനാണെങ്കിൽ ദേഷ്യം വരികയാണ്. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ സത്യങ്ങൾ നന്ദൻ തുറന്നു പറയുമെന്ന് പ്രഭാവതിയാണെങ്കിൽ തടയുന്നുണ്ട്. അങ്ങനെ നന്ദൻ പറയുകയാണ്, അറിയട്ടമ്മേ, എല്ലാവരും അറിയട്ടെ, ശിഷ്ടകാലം ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത്, ഇതിലേക്കാൾ എനിക്ക് ഇനി വലിയ ശിക്ഷ കിട്ടാനില്ല, എല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം, എൻ്റെ അഭിമാനം എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ഒന്നും നേടാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയുടെ മുന്നിൽ വെച്ച് നന്ദനാണെങ്കിൽ ആ സത്യം തുറന്നടിക്കുകയാണ്. ഋഷിയെ കൊന്നത് താനാണെന്ന് പറയുമ്പോൾ ദേവികയടക്കം എല്ലാവരും ഷോക്കാവുന്നു. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എടാ, നീ എന്താ ഈ പറഞ്ഞത്? അതെ അച്ഛാ, ഋഷിയെ കൊന്നത് ഞാനാണ്, അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കളിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയത്, ആരോടും പറയാൻ കഴിയാതെ ഞാൻ ഒരുപാട് അനുഭവിച്ചു, അമ്മ മാത്രമാണ് ഈ സത്യം അറിയുന്ന ഒരേ ഒരു വ്യക്തി, അതുകൊണ്ടാണ് അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എല്ലാം കേട്ടതിന് ശേഷം സിദ്ധു ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത തെറ്റുകളാണല്ലോ നന്ദ നീ ചെയ്തു കൂട്ടിയതെന്നൊക്കെ പറയുമ്പോൾ ദേവികയാണെങ്കിൽ നന്ദനും സിദ്ധാർത്ഥനും പ്രഭാവതിയും എല്ലാവരും ചിന്തിക്കുന്നതിൽ വിപരീതമായിട്ടാണ് പെരുമാറുന്നത്. താൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തു, അത് മറച്ചു പിടിച്ചു, ഇത്രയും കാലം എന്നെ വഞ്ചിച്ചു, ഇതിനൊക്കെ കൂടിയിട്ട് തനിക്ക് ഞാൻ നല്ലൊരു ശിക്ഷ തന്നെ തരും, ഇനി ശിഷ്ടകാലം അഴിയെണ്ണി ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ദേവി നീ ചെയ്തോ എന്നിങ്ങനെ നന്ദനും പറയുന്നു. അങ്ങനെ ദേവിക അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട്. ഐസക്കിനെയാണ് വിളിക്കുന്നത്. ഐസക് ആണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്കും വരുന്നുണ്ട് നന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. എന്തായാലും ഇസബല്ലയുടെയും കെവിന്റെയും ഋഷിയുടെയൊക്കെ തന്നെ കളികൾ അവസാനിക്കാനായിട്ട് പോവുകയാണ്. കാരണം സത്യത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.